ഏറ്റവും വലിയ പൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതേ കണ്ടില്ലേ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂള്. അതെ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ മലപ്പുറം പാങ്ങ്, നമ്മളെ ചട്ടിപ്പറമ്പ് പാങ്ങുണ്ടല്ലോ, ആ പാങ്ങിൽ പൂക്കോട് മല ഉണ്ട്. അവിടെ മലയിൽ പാർക്കിലാണ്, മലയിൽ ഫാം പാർക്കിലാണ് ഈ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ, ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ഉദ്ഘാടനം 2 ദിവസം മുമ്പാണ് കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ടും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആവാം. അപ്പോൾ അതെ, മല്ലു പബ്ലിക് ചലഞ്ചിൻ്റെ ഒരു സ്പോൺസറാട്ടോ, ഒഫീഷ്യൽ സ്പോൺസറാണ് മലയിൽ ഗ്രൂപ്പ്. ആ ഒരു മലയിൽ ഗ്രൂപ്പിൻ്റെ ഒരു സംരംഭമാണ് ഈ ഒരു ഫാം ഹൗസ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കരുവാരക്കുണ്ടിലെ ഒരു പാർക്ക്, ഡ്രീം ലാൻഡ് പാർക്കും അതേപോലെ തന്നെ ഗ്രീൻലാൻഡ് റിസോർട്ട്. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നിർമ്മിച്ചുള്ള ഒരു പാർക്കാണത്. പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാവാം. കമോൺ. ഇതാണ് നമ്മളെ അക്വസ്പോർട്ട് ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. 100 രൂപ ടിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ എൻട്രൻസ്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ് ഇവിടേക്ക്. ഇപ്പോൾ തിരക്ക് കുറവായിരുന്നു, കുറച്ച് പേര് അതിൻ്റെ ഉള്ളിൽ ചാടി കളിക്കുന്നുള്ളൂ. ഏതായാലും 2 വഴിയുണ്ട്, ലേഡീസിന് മാത്രമുള്ളത്, അതുപോലെ പുരുഷന്മാർക്ക് മാത്രം 100 രൂപ ടിക്കറ്റ് 1 ഹവറിന്. അതുപോലെ ഫാമിലി പാക്കേജ് ഉണ്ട് പറഞ്ഞല്ലോ, 25 പേർക്ക്. ഇതിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിനകത്ത് കയറിയിട്ട് ആദ്യം തന്നെ ഒന്ന് കാലൊക്കെ കഴുകിയിട്ട്, ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാല് കഴുകുക. നമ്മളെ ബാഗ് വസ്ത്രങ്ങളൊക്കെ അവിടെ വെക്കാൻ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാലൊക്കെ ഒന്ന് കഴുകി കയറിയാൽ ഇത് 3 ബാത്റൂമുണ്ട്. ഒന്ന് കുളിച്ച് ഇറങ്ങാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ച് നമുക്ക് നല്ല വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ എൻട്രൻസ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു പൂളാട്ടോ എൻ്റെ അടുത്തുള്ളത്. ഏറ്റവും വലിയ പൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതേ കണ്ടില്ലേ, അപ്പോൾ ഈ പൂള് 25 മീറ്ററോളം നീളവും 12 മീറ്റർ വീതിയുള്ള ഒരു വലിയ പൂളാണ്. അവിടെ കുളിക്കാനൊക്കെ 2 കുട്ടികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ഒരുപാട് നേരം ചാടി കുളിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയുണ്ടാ പൂളൊക്കെ എങ്ങനെയുണ്ട്? പൂളൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നിങ്ങൾ എത്ര നേരമായി വന്നിട്ട്? കുറച്ച് നേരമായില്ലേ? ചാടി കുളിക്കാൻ ഞങ്ങളുടെ വന്നപ്പോൾ ഭയങ്കര കുളിയായിരുന്നു. അവരൊരു അണ്ടർ വാട്ടർ വീഡിയോ ഒക്കെ എടുത്തിട്ട് നോക്കല്ലേ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി തന്നെ എടുത്ത് പറയേണ്ട കേട്ടോ. അണ്ടർ വാട്ടർ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആണ്. കാരണം ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ട്, അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആയെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ എൻ്റെ ഒരു കഴുത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നത്, പിന്നെ ഇങ്ങനെ കൂടി വന്ന് എൻ്റെ മൂടുന്നൊരവസ്ഥയിൽ തന്നെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഫ്രണ്ട്സായിട്ട് വരുമ്പോഴൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് പൂൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു പൂള്, ഇരിക്കാൻ പ്രായമായ കുട്ടികൾക്കൊക്കെ അതെ ഇതിലെ ഒന്ന് കളിപ്പിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ചെറിയൊരു സ്വിമ്മിംഗ് പൂള് ആ വലിയ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു വൃത്തി ഒന്നുകൂടി എടുത്ത് പറയണം. നല്ലൊരു ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ നല്ല വൃത്തിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ മൂത്രമൊഴിക്കുന്ന പേടിയൊക്കെ ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂൾ, അതിന് പ്രത്യേകം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഉപദേശങ്ങൾ. ഒരുപാട് ചാടി കുളിച്ച് കഴിഞ്ഞ് ഇവർ കയറി പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. അതെ, ഇവർ കയറിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എത്ര സമയം വന്നിട്ട്? 1 മണിക്കൂറല്ലേ? ടിക്കറ്റ് പൈസ മുതലായില്ലേ? നല്ല എൻജോയ്മെന്റ്. കുട്ടികളായിട്ട് വന്നിട്ട് നല്ലൊരു വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെയാണല്ലോ അല്ലേ? പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഫാമിലി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഫാമിലി ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ശല്യമല്ല, പുറത്തേക്കൊന്നും ആരും കാണൂല. നമ്മുടെ റിസോർട്ടിലൊക്കെ ഇതിന് ഒരു പകുതി വലിപ്പം ഉണ്ടാവില്ലേ? സ്വിമ്മിംഗ് പൂളൊക്കെ റിസോർട്ടുകളൊക്കെ പോയി നല്ല സൈസ് ഉണ്ട്. ഒരു ഫുട്ബോൾ ടർഫിന്റെ നീന്തലൊക്കെ പഠിപ്പിക്കാൻ പറ്റിയത്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? മത്സരങ്ങൾ നമ്മള് വഴിപ്പാറ, അതായത് അങ്ങാടിപ്പുറം ഭാഗത്ത് അല്ലേ? എടാ, പൂളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? പാർക്കൊക്കെ ഉണ്ടോ? പാർക്കൊക്കെ ചുറ്റി കറങ്ങി അവരാണ് പൂളിക്ക് വന്നിട്ടുള്ളത്. ഏതായാലും അവർക്ക് നമുക്കൊരു ടാറ്റ കൊടുക്കാം. ആ വീഡിയോ ഒക്കെ ഒന്ന് കാണട്ടോ, ഇടയ്ക്കിടയ്ക്ക് എവിടേക്കൊക്കെ ഒന്ന് വരിക. ഇവിടെയൊക്കെ ഇങ്ങനെ ആയുള്ളൂ കേട്ടോ എൻ്റെ കഴുത്തിനൊക്കെ. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് സ്ലോപ്പായി വരണേ, കണ്ടില്ലേ? പകുതി എത്തുമ്പോഴത്തേന് എൻ്റെ ഇവിടെ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് എന്നെ മൂടുന്ന ലെവലിലെത്തുന്നു. അപ്പോൾ വലിയ ആളുകൾക്ക് ചാടി കുളിക്കാനും ചെറിയ കുട്ടികൾക്ക് കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. നല്ല ഒരു നീളം കൂടി ഉള്ളതുകൊണ്ട് ഏത് പ്രായക്കാർക്കും വന്നിട്ട് നല്ല സ്വിം ചെയ്ത് കുളിക്കാം. ഇനി ഇത് ഒരുപാട് പോകട്ടെ, അപ്പോൾ ഇത് എന്നെ മൂടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഒന്ന് നീന്തി വെക്കണേ. നീന്തിയിട്ട് നിന്നോട് എത്തില്ല.
നമ്മളോട് സംസാരിക്കാനത് മലയിൽ ഫാം ഹൗസിൻ്റെ മാനേജർ എത്തിയിട്ടുണ്ടല്ലോ. എന്താ പേരെന്താണ്? ഷക്കീർ അല്ലേ? ഈ ഒരു പൂളിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് നമുക്ക് രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ്, രാത്രി 10 മണി വരെയാണ് ഇതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ആയിട്ടുള്ള 2 പൂൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡ്രസ്സ് കോഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവർക്കാണെങ്കിൽ അതും ഉണ്ടാവും. സെപ്പറേറ്റ് ഫീ ഉണ്ടോ? അത് അഡീഷണൽ നമുക്ക് ഡ്രസ്സ് ഇവിടെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യും. ഇതെല്ലാം കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നവർക്ക് അതുകൂടെ ഉണ്ടാവും. കുഴപ്പമില്ല, അവൈലബിൾ ഉണ്ടാവും. ഫാമിലി പാക്കേജ് ഉണ്ടല്ലോ ഇവിടെ? ഫാമിലി പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ട്. 2,500 നമ്മൾ പാക്കേജ് കൊടുക്കുന്നത് 20 പേർക്ക്. അത് നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസ് ഫീ എടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ആ സമയം മറ്റുള്ളവർ എൻട്രി ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ പ്രൈവസി ടൈം കൊടുക്കും. സൺഡേ സാറ്റർഡേ ഉണ്ടാവില്ല, പാക്കേജ് ഇല്ല. അവർ ആ സമയത്ത് ഉണ്ടാവില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് നമുക്കിപ്പോൾ നിലവിൽ പ്ലാൻഡ് ആയിട്ടില്ല. നമ്മളൊരു അവർക്കുള്ള നീന്തൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം നേരം ഇവിടെ ചിലവഴിച്ചിട്ടാ. കുറച്ച് നേരത്തെ വന്നിട്ട് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ആദ്യം കണ്ട ആ കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും നല്ല കുളിയൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് 2-3 പ്രാവശ്യം ഒന്ന് നീന്തുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത്രയ്ക്കൊരു നീളമുള്ളതുകൊണ്ട് 2-3 പ്രാവശ്യം നമ്മൾ നീന്തുമ്പോൾ തന്നെ ടയേർഡാവാണ്. എനിക്കൊന്നും ശരിക്കും ഒരു നീന്തം അറിയാത്തതുകൊണ്ടും അതൊരു പ്രശ്നമാണ്. ശരിക്കും നീന്തൊക്കെ അറിഞ്ഞ് സ്വിമ്മിംഗ് പൂളൊക്കെ കുളിച്ച് പരിചയമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികളായിട്ട് വന്നാൽ അവർക്ക് ഇവിടെയും ഈ പൂള് ഇറക്കാം, വലിയവർക്ക് ഈ ഒരു പൂളിലേക്ക് ഇറങ്ങാം. ഏതായാലും നമ്മളെ ഒഫീഷ്യൽ സ്പോൺസറാണെന്ന് പറഞ്ഞല്ലോ മലയിൽ ഗ്രൂപ്പ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു പുതിയ സംരംഭങ്ങളൊക്കെ വരുമ്പോൾ ചെന്ന് സന്ദർശിച്ച് അതിൻ്റെ ഒരു വ്ളോഗൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ മറ്റ് നല്ല പുതിയ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുക. വലിയ പബ്ലിക് ചലഞ്ചിനായിട്ട് ഞങ്ങളെ ഗെയിമിന് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുക.